ഗൈസ്, അപ്പം നമുക്ക് രാവിലെ തന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോയാലോ? അപ്പോൾ ആദ്യം തന്നെ ഞാനും എൻ്റെ അമ്മയോടും തമ്മിലുള്ളൊരു സ്നേഹപ്രകടനമാണ് ഗൈസ് ഈ കാണുന്നത്. അമ്മ ഹായ്, സുഖല്ലേ? ഹാപ്പി അല്ലേ? അമ്മ ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ രാവിലെ ഒരു 11:30 ആയപ്പോഴത്തേന് ഞാനും ഷാക്കിറും അമ്മയും കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോകണം. നമ്മുടെ പട്ടാമ്പി നെസ്റ്റോയിലേക്കാണ് കേട്ടോ പോയത്. ഇത് നമ്മുടെ പട്ടാമ്പി അല്ല, വല്ലപ്പുഴയാണ് കേട്ടോ. ഈ ഒരു സ്ഥലം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. കരീൻ്റെ അമ്മ രാവിലെ എണീറ്റിട്ട് 6:30 ആകുമ്പോഴത്തേനും പണിക്ക് വന്നിറങ്ങി ഇവിടെ വന്നിരിക്കുമായിരുന്നു കേട്ടോ. ഞാനൊക്കെ എറണാകുളം പോകുമ്പോൾ അമ്മയുടെ കൂടെ ഇവിടെ വന്നതിന് ശേഷമാണ് പോവുക. അപ്പോൾ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ ഇപ്പോൾ അതൊക്കെ ഓർമ്മ വരും. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് നടന്ന് കയറുകയാണ്. എഴുത്തമ്മ ഇല്ല, കാര്യം കുട്ടികൾ ഉച്ചയ്ക്ക് 12:30 എക്സാം കഴിയും. അപ്പോൾ കുട്ടികൾ വരും, പിന്നെ പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എഴുത്തമ്മ വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഞാനും അമ്പോടും അമ്മയും കൂടെ വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ നടന്നിങ്ങനെ വാങ്ങിച്ചു. ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ അമ്പൂടിൻ്റെ മുടി വെട്ടണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ അത് നടക്കുന്നില്ല ഗൈസ്, കാര്യം മുടി വെട്ടാൻ പറ്റിയില്ല. അപ്പോൾ താട്ടൻ പറഞ്ഞിട്ടുണ്ട് നാളെ താട്ടം കൊണ്ട് വെട്ടിക്കോളാന്ന് പറഞ്ഞാൽ താട്ടൻ ഇപ്പോൾ ഭയങ്കര ബിസിയാണ് ഗൈസ്. അപ്പം മുടിയൊന്നും വെട്ടിയില്ല. അപ്പോൾ സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. നമ്മളെന്താ സൂപ്പർ മാർക്കറ്റിൽ വന്നെന്ന് പറഞ്ഞോളൂ. സാധനങ്ങൾ എടുത്തോ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് സാർ? എല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ അവരെ ബില്ലടിക്കാൻ നിർത്തിയിട്ട് അമ്പൂടിനെ എസ്കലേറ്ററിൽ കയറ്റാൻ വന്നിട്ട്, കാര്യം അമ്പൂട് അതിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ട് കയറ്റി. വീട്ടിൽ വന്നതിന് ശേഷം ഞാനും എടുത്തുമ്പോൾ ഷാക്കിറും കൂടെ എടുത്തമ്മയുടെ ആൻറ്റിയുടെ വീട് ഇവിടെ അടുത്താണ്. എടുത്തമ്മയുടെ ആൻറ്റിയുടെ വീട് അവിടെ എടുത്തമ്മയുടെ ലഗേജസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. എടുത്തമ്മയുടെ ലഗേജൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് ദിവസം അവിടെ ആയിരുന്നു സ്റ്റേ അല്ലോ. അപ്പോൾ അങ്ങോട്ട് പോയി അതെല്ലാം എടുത്തു. ഞങ്ങളിതാ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേ ലഗേജൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. കുറച്ച് അധികം ലഗേജാണ് മുന്നേ കൊണ്ടുവന്ന്, കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അത് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ കയറിയിട്ട് കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ ഞാനൊന്ന് കിടക്കട്ടെ ഗായ്സ്.